ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വയറിംഗ് സിസ്റ്റത്തിൽ 4ാമത്തെ ക്ലാസ്സാണ്. ഇത് ചർച്ച ചെയ്യുന്നത് ഇലക്ട്രിക്കൽ വയറിംഗ് ആക്സസറീസിൻ്റെ 1ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ റൂൾസ് ഫോർ വയറിംഗ് വയറിങ്ങിൻ്റെ ഈ റൂൾസുകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ ആക്സസറീസ് എൻ്റെ 1ാമത്തെ ക്ലാസ്സാണ്. ഇതിൽ at the end of this class, trainees shall be able to classify, specify, identify and state the uses of the accessories employed in domestic wiring. നമ്മൾ വീട്ടിൽ വയറിങ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ആക്സസറീസുകൾ അതിൻ്റെ തിരിച്ചറിയാൻ, അതെങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ 1ാമത്തെ ക്ലാസ്സാണ് ഇലക്ട്രിക്കൽ ആക്സസറീസ്. An electrical domestic accessory is a basic part used in wiring, either for protection and adjustment or for the control of the electrical circuit or for a combination of these functions. നമ്മളൊരു ഡൊമസ്റ്റിക് വയറിങ് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ആക്സസറീസ് ഇത് എന്താണ്, ബേസിക് പാർട്ടാണ്. നമ്മൾ വയറിങ്ങിൽ ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതിലെന്താണ്, പ്രൊട്ടക്ഷനും വേണ്ടി ഉപയോഗിക്കുന്നതുണ്ട്, അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിനും വേണ്ടി, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും വേണ്ടി, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ 3 ഫംഗ്ഷനും കൂടി ഒരുമിച്ചുള്ള സാധനങ്ങളും നമ്മൾ ഇലക്ട്രിക്കൽ ആക്സസറീസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ആക്സസറീസിൻ്റെ റേറ്റിംഗ് നമ്മളെങ്ങനെ പറയുക എന്നുള്ളതാണ്. ആക്സസറീൻ്റെ റേറ്റിംഗ്, സ്റ്റാൻഡേർഡ് കറണ്ട് റേറ്റിംഗ് ഓഫ് ദ ആക്സസറീസ് ആർ 6, 16, 32 ആംപിയർ. ഇങ്ങനെയാണ് കറണ്ട് റേറ്റിംഗ് പറയുക. കറണ്ട് 6 ആംപിയർ അല്ലെങ്കിൽ 16 ആംപിയർ അല്ലെങ്കിൽ 32 ആംപിയർ, ഇങ്ങനെയാണ് കറണ്ട് റേറ്റിംഗ് പറയുക. എന്നാൽ വോൾട്ടേജ് റേറ്റിംഗ് നമ്മൾ വീട് വയറിംഗ് ആണെങ്കിൽ നമ്മൾ 240 വോൾട്ട് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. വോൾട്ടേജ് റേറ്റിംഗ് 240 വോൾട്ട് AC ആസ് പെർ BIS 1293 to 1988 പ്രകാരം 240 വോൾട്ടാണ് വോൾട്ടേജ് റേറ്റിംഗ്. അപ്പോൾ ആക്സസറീസിൻ്റെ റേറ്റിംഗ്, കറണ്ട് റേറ്റിംഗ് 6 ആംപിയർ, 16 ആംപിയർ, 32 ആംപിയർ, അങ്ങനെയാണ്. വോൾട്ടേജ് റേറ്റിംഗ് 240 വോൾട്ടുമാണ്. ഇനി നോക്കുക, മൗണ്ടിങ് ഓഫ് ആക്സസറീസ്. ആക്സസറീസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ വേ ഓഫ് മൗണ്ടിങ്. ആക്സസറീസിനെ അത് മൗണ്ട് ചെയ്യണം, നമ്മൾ എങ്ങനെയാണ് വെക്കണത് എന്നുള്ളതിനനുസരിച്ച് 2ആയിട്ട് തരംതിരിച്ചിട്ട്, ഒന്ന് സർഫേസ് മൗണ്ടിങ് ടൈപ്പ്, രണ്ടാമത്തത് കൺസീൽഡ് ടൈപ്പ്. സർഫേസ് മൗണ്ടിങ് ടൈപ്പും രണ്ടാമത്തത് കൺസീൽഡ് ടൈപ്പ് അല്ലെങ്കിൽ ഫ്ലഷ് മൗണ്ടിങ് ടൈപ്പ് എന്നും പറയും. രണ്ടും പേരിൽ തന്നെ ഉണ്ട്. സർഫേസ് എന്ന് പറഞ്ഞാൽ പുറമേ സർഫേസിൽ വെക്കുന്നതാണ്. കൺസീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളിൽ ആയിട്ട് വെക്കുന്നതാണ് ഫ്ലഷ് മൗണ്ടിങ് ടൈപ്പ്. അപ്പോൾ സർഫേസ് മൗണ്ടിങ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആക്സസറീസ് ആർ പ്രൊവൈഡ് വിത്ത് എ സീറ്റിംഗ് സോ ദാറ്റ് വെൻ മൗണ്ടഡ് ദ പ്രൊജക്റ്റ് വോൺലി എബോവ് ദ സർഫേസ് ഓൺ. എന്താണ്, ഫുള്ളായിട്ട് ഈ ആക്സസറീസ് മുഴുവനായിട്ടും എന്ത് ചെയ്യും, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. സർഫേസിൻ്റെ മുകളിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് സർഫേസ് മൗണ്ടിങ് ടൈപ്പ്. എന്നാൽ ഫ്ലഷ് മൗണ്ടിങ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ആക്സസറീസ് ഡിസൈൻ ടു മൗണ്ട് ബിഹൈൻഡ് ഓർ ഇൻകോർപ്പറേറ്റ് ദ സ്വിച്ച് പ്ലേറ്റ്. ഒരു സ്വിച്ച് പ്ലേറ്റിൻ്റെ ബാക്കിൽ, പിറകിലായിട്ട്, അല്ലെങ്കിൽ എന്താണ്, ബാക്ക് ഓഫ് ദ പ്ലേറ്റ് ബീങ് ഫ്ലഷ് വിത്ത് ദി സർഫേസ് ഓഫ് വാൾ ഓർ സ്വിച്ച് ബോക്സ്. ഒരു ചുമരിനോ അല്ലെങ്കിൽ സ്വിച്ച് ബോക്സിനൊക്കെ ഉള്ളിലായിട്ട് നമുക്ക് എന്താണ് ഫിറ്റ് ചെയ്യാൻ പറ്റിയ കൺസീൽഡ് വയറിങ് അല്ലേ നമ്മൾ പറഞ്ഞിരുന്നു, ഉള്ളിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ പുറമേക്ക് സർഫേസിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണാത്ത രീതിയിലാണ് ആക്സസറീസ് ഉള്ളതെങ്കിൽ അതിനെ ഫ്ലഷ് മൗണ്ടിങ് ടൈപ്പ് എന്നാണ് പറയുക, അല്ലെങ്കിൽ കൺസീൽഡ് ടൈപ്പ് എന്നും പേര് പറയും. അപ്പോൾ 2ആയിട്ടാണ് മൗണ്ട് ചെയ്ത രീതിക്കനുസരിച്ച് സർഫേസ് മൗണ്ടിങ്ങും ഫ്ലഷ് മൗണ്ടിങ്ങും. ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, മറ്റത് പ്രൊജക്റ്റ് ചെയ്യാതെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് നിൽക്കുക. അതിനാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ആക്സസറീസ് അക്കോർഡിംഗ് ടു ദെയർ യൂസസ്. ഇതിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് ആക്സസറീസിനെ ക്ലാസിഫൈ ചെയ്ത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത് കൺട്രോളിങ് ആക്സസറീസ് അല്ലെ, കൺട്രോൾ ചെയ്യാൻ വേണ്ടി സ്വിച്ചുകൾ. രണ്ടാമത്തത് ഹോൾഡിങ് ആക്സസറീസ്, പിടിച്ചു നിർത്താൻ അല്ലെ, ബൾബും ഇതൊക്കെ ഹോൾഡ് ചെയ്യാൻ ഹോൾഡിങ് ആക്സസറീസാണ്. പിന്നെ സേഫ്റ്റി ആക്സസറീസ് അല്ലെ, ഫ്യൂസ്, ഈ MCB ഇങ്ങനത്തെ കാര്യങ്ങളാണ് സേഫ്റ്റി ആക്സസറീസ്. പിന്നെ ഔട്ട്ലെറ്റ് ആക്സസറീസ്. ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ പ്ലഗ്, ടോപ്പ് പ്ലഗ് അല്ലേ, സോക്കറ്റ്, ഇങ്ങനത്തെ ഔട്ട്ലെറ്റുകളാണ് ആക്സസറീസാണ്. പിന്നെ ജനറൽ ആക്സസറീസ്, കുറേ ജനറൽ ആക്സസറീസ് ഉണ്ട്. ഇങ്ങനെ 5 ടൈപ്പ്. ഒന്ന് കൺട്രോളിങ് ആക്സസറീസ്, ഹോൾഡിങ് ആക്സസറീസ്,
സേഫ്റ്റി ആക്സറീസ്, ഔട്ട്ലെറ്റ് ആക്സറീസ്, ജനറൽ ആക്സറീസ്. ഇങ്ങനെ 5 ആയിട്ട് ആക്സറീസിന് ഇതിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് തരം തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൺട്രോളിങ് ആക്സറീസിനെ പറ്റിയാണ്. സ്വിച്ചുകൾ അല്ലേ, സ്വിച്ചസ് ആണ് കൺട്രോളിങ് ആക്സറീസ്. അതിൽ ഒന്ന് സിംഗിൾ പോൾ 1 വേ സ്വിച്ച്, അതുപോലെ സിംഗിൾ പോൾ 2 വേ സ്വിച്ച്, പിന്നെ ഇൻ്റർമീഡിയറ്റ് സ്വിച്ച്, ബെൽ പുഷ് ഓർ പുഷ് ബട്ടൺ സ്വിച്ച്, ഇതിൻ്റെയൊക്കെ സിമ്പിൾ നമ്മൾ പഠിച്ചിരുന്നു. ഡബിൾ പോൾ സ്വിച്ച് DP സ്വിച്ച്, പുൾ ഓർ ചെയിൻ സ്വിച്ച്, പിന്നെ പെൻഡൻറ്റ് സ്വിച്ച് തൂക്കിയിടുന്ന സ്വിച്ച്, പിന്നെ ഡബിൾ പോൾ അയൺ ക്ലാഡ് DPIC സ്വിച്ച്, പിന്നെ 3 പോൾ അല്ലെങ്കിൽ ട്രിപ്പിൾ പോൾ അയൺ ക്ലാഡ് TPIC അല്ലെങ്കിൽ ICTP എന്നും പറയും, അല്ലെങ്കിൽ ICDP. ഡബിൾ പോൾ ആണ് ICDP എന്നും പറയും, ICTP സ്വിച്ച്. ഇതിൽ ABCDE വരെ, A മുതൽ E വരെ എന്താണ് സർഫേസ് മൗണ്ടിങ്ങും നമുക്ക് അവൈലബിൾ ആണ്, ഫ്ലഷ് മൗണ്ടിങ്ങും അവൈലബിൾ ആണ്. A മുതൽ E വരെ രണ്ടും സർഫേസ് മൗണ്ടിങ്ങും അതുപോലെ തന്നെ ഫ്ലഷ് മൗണ്ടിങ്ങും അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് എന്താണ്, സാധാരണയിൽ സർഫേസ് മൗണ്ടിങ് ആണ് ഉണ്ടാവാറ്. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. സിംഗിൾ പോൾ 1 വേ സ്വിച്ച് കൺട്രോളിങ് ആക്സസറീസ് പെട്ടാണ്. എന്താണ് 2 ടെർമിനൽ സ്വിച്ചാണ്, 2 ടെർമിനലാണ് ഇതിനുണ്ടാവുക, 2 ടെർമിനലാണ് ഉണ്ടാവുക. ഇതുപോലാണ് എൻ്റെ സിമ്പിൾ. capable of making and breaking a single circuit only. ഒരു സിംഗിൾ സർക്യൂട്ടിനെ മേക്ക് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് സിംഗിൾ പോൾ 1 വേ സ്വിച്ച്. ഇതിന് 2 ടെർമിനലാണ് ഉണ്ടാവുക. ഒരു നോബ് പ്രൊവൈഡ് മേക്കിംഗ് ഓഫ് ബ്രേക്സ്, ഒരു നോബ് ഉണ്ടാവും. ഇത് മേക്കിംഗ് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ ഉപയോഗിക്കുന്ന നോബ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൺട്രോളിങ് ലൈറ്റ്, ഫാന് ഓർ 6 ആംപിയർ സോക്കറ്റ്. ലൈറ്റും ഫാന് അല്ലെങ്കിൽ 6 ആംപിയർ സോക്കറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ 16 ആംപിയറിനും ഇത് കിട്ടും, അപ്പോൾ കൂടുതലുള്ളത് ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്തത് സിംഗിൾ പോൾ 2 വേ സ്വിച്ച് അല്ലേ. 2 വേ സ്വിച്ചിൽ 3 ടെർമിനൽ ഡിവൈസാണ്. 3 ടെർമിനൽ ഉണ്ടാവും, 1 2 3 ടെർമിനൽ ഉണ്ടാവും. ഇത് ഉപയോഗിക്കുന്നതിനാണ് മേക്കിംഗ് ഓർ ബ്രേക്കിംഗ് 2 കണക്ഷൻ ഫ്രം എ സിംഗിൾ പൊസിഷൻ. ഒരു സിംഗിൾ പൊസിഷനിൽ തന്നെ എന്ത് ചെയ്യാം, 2 കണക്ഷനുകൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം, മേക്ക്. ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ മറ്റത് മേക്ക് ചെയ്യും. 2 കണക്ഷൻ ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ മറ്റേ മേക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ പൊസിഷനിൽ. ഇതിന് 3 ടെർമിനലുകളാണുള്ളത്, L1 L2. ഇത് കോമൺ ആണ്, സെൻറ്ററിലുള്ളത് സാധാരണയിൽ കോമൺ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ഫേസ് കൊടുത്താൽ മുകളിലേക്ക് ഇട്ടാൽ എന്ത് ചെയ്യും, ഫേസ് മുകളിലോട്ട് L1ലേക്ക് വരും. താഴേക്കാണിത് സ്വിച്ച് ആക്കിയതെങ്കിൽ എന്ത് ചെയ്യും, ഫേസ് താഴേക്ക് വരും. അപ്പോൾ ഇത് സെൻറ്ററിൽ കൊടുത്താലേ അങ്ങനെ വരുള്ളൂ. അപ്പോൾ സെൻറ്ററാണ് കോമൺ, സെൻറ്റർ പോയിന്റ് കോമൺ ആയിട്ടാണ് സാധാരണ ഉണ്ടാവുക. ഈ സ്വിച്ചുകൾ ഉപയോഗിക്കുന്നത് സ്റ്റെയർ കേസ് ലൈറ്റിംഗ് അല്ലേ, നമ്മൾ പറഞ്ഞിരുന്നു. 2 സ്ഥലത്ത് നിന്ന് ഒരു ബൾബ് കൺട്രോൾ ചെയ്യാൻ സ്റ്റെയർ കേസ് വയറിങ് നമ്മൾ പറഞ്ഞിരുന്നു. സ്റ്റെയർ കേസ് ലൈറ്റിങ്ങിന് വേർ 1 ലാമ്പ് ഈസ് കൺട്രോൾഡ് ഫ്രം 2 ഡിഫറെൻറ്റ് പ്ലേസസ്. ഒരു ലാമ്പ് 2 ഡിഫറെൻറ്റ് പ്ലേസിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ ഈ സ്വിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മാസ്റ്റർ കൺട്രോൾ വയറിങ് അല്ലേ. നമ്മൾ ഒരു സ്വിച്ച് ഇട്ടാൽ എന്ത് ചെയ്യും, പുറമേ ഉള്ള നമ്മളിപ്പോൾ ഉപയോഗിക്കൽ സാധാരണ മാസ്റ്റർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കള്ളന്മാർ വരുമ്പോൾ അങ്ങനെയാണ് പറയുക. കള്ളന്മാർ വരുമ്പോൾ ഒരു സ്വിച്ച് ഇട്ടാൽ എന്ത് ചെയ്യും, പുറമുള്ള ഫുൾ ലൈറ്റുകളും കത്തും. അതാണ് മാസ്റ്റർ കൺട്രോൾ. ഒറ്റ സ്വിച്ച് മേൽ മാസ്റ്റർ സ്വിച്ച് ഇട്ടാൽ എന്ത് ചെയ്യും, ഫുള്ളായിട്ട് കത്തും. എന്നാലും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഓരോ സ്വിച്ചും ഓണാക്കും ഓഫാക്കുകയും ചെയ്യാം. ആണ് മാസ്റ്റർ കൺട്രോളിൽ നമ്മൾ 2 വേ സ്വിച്ച് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇൻ്റർമീഡിയറ്റ് സ്വിച്ചിന് ഇതാണ് ഓർക്കേണ്ടത്, 4 ടെർമിനൽ ഉണ്ട്, 4 ടെർമിനൽ. 2 വേ സ്വിച്ചിന് 3 ടെർമിനലായിരുന്നു, 1 വേ സ്വിച്ചിന് 2 ടെർമിനലായിരുന്നു. 4 ടെർമിനലുള്ള സ്വിച്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഇൻ്റർമീഡിയറ്റ് സ്വിച്ചാണ്. ഇത് കേപ്പബിൾ ഓഫ് മേക്കിംഗ് ഓർ ബ്രേക്കിംഗ് 2 കണക്ഷൻ, 2 കണക്ഷൻ മേക്ക് ചെയ്യാം ബ്രേക്ക് ചെയ്യാം. ഇതുപോലെ നമ്മൾ 2 വേ സ്വിച്ച് പറഞ്ഞ പോലെ. പക്ഷേ ഇവിടെ മാറ്റം ഫ്രം 2 പൊസിഷൻ, 2 പൊസിഷനിലും 2 പൊസിഷൻ ഉണ്ട്. ഇത് ഒരു പൊസിഷൻ ഇങ്ങനെയാണ്, ഒരു പൊസിഷൻ ഇങ്ങനെയാണ് വരിക ക്രോസ് ആയിട്ട്. ഇതിന് 4 ടെർമിനലുകൾ ഉണ്ടാകും. അവിടെ ഇത് ബാക്ക് ഭാഗമാണ് കാണിച്ചത്. 1 2 3 4 ടെർമിനലുകൾ ഉണ്ടാവും. L1 L2 അങ്ങനെ 4 ടെർമിനൽ ഉണ്ടാവും. ഇത് ഉപയോഗിക്കുന്നത് ഈ സ്വിച്ച് ഈസ് യൂസ്ഡ് അലോങ് വിത്ത് 2 വേ സ്വിച്ച്. 2 വേ സ്വിച്ചിൻ്റെ കൂടെയാണ് നമ്മളിത് സാധാരണ ഇൻ്റർമീഡിയറ്റ് സ്വിച്ച് ഉപയോഗിക്കാറ്. എന്തിന്, ടു കൺട്രോൾ എ ലാമ്പ്. ഒരു ലാമ്പ് കൺട്രോൾ ചെയ്യാൻ എവിടുന്ന്, ഫ്രം 3 ഓർ മോർ പൊസിഷൻ. ഒരു ലാമ്പ് 2 സ്ഥലത്ത് നിന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് 2 വേ സ്വിച്ച് ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഒരു ലാമ്പ് 2-ലധികം 3ഓ അതിലധികമോ സ്ഥലത്ത് നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ 2 വേ സ്വിച്ചിൻ്റെ കൂടെ ഇൻ്റർമീഡിയറ്റ് സ്വിച്ചും കൂടി ഉപയോഗിച്ചാൽ നമുക്ക് സാധിക്കും. ഇൻ്റർമീഡിയറ്റ് സ്വിച്ച് ഉപയോഗിക്കുന്നത്
ഒരു ലാമ്പ് രണ്ടിലധികം സ്ഥലങ്ങളിൽ നിന്നും കൺട്രോൾ ചെയ്യണമെങ്കിലാണ് ഇൻ്റർമീഡിയറ്റ് സ്വിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ബെൽ പുഷ് ഓർ പുഷ് ബട്ടൺ സ്വിച്ച് അല്ലേ, ദിസ് ഇസ് എ 2 ടെർമിനൽ ഡിവൈസ് ആണ്, 2 ടെർമിനൽ ഡിവൈസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? സ്പ്രിംഗ് ലോഡറാണ്. നമ്മളിത് നെക്കിയാൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. സ്പ്രിംഗ് ലോഡറാണ്. പിന്നെ വെൻ പുഷ് ഇറ്റ്, നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? സർക്യൂട്ട് മേക്ക് ചെയ്യും. ടെമ്പററി മേക്കിംഗ് ആണ്. നമ്മൾ കൈ എടുത്താൽ എന്ത് ചെയ്യും? ബ്രേക്ക് അല്ലേ, വെൻ റിലീസ് ചെയ്താൽ എന്ത് ചെയ്യും? നമ്മൾ ആ സർക്യൂട്ട് ബ്രേക്ക് ആവുകയും ചെയ്യും. ടെമ്പററി ആയിട്ട് മേക്കിങ്ങും ബ്രേക്കിങ്ങും ഉണ്ടാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബെൽ പുഷ് ഉപയോഗിക്കുന്നത് അല്ലേ, ടെമ്പററി മേക്കിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ഇനി പുൾ ഓർ സീലിംഗ് സ്വിച്ച് അല്ലെ പെൻഡൻറ്റ് സ്വിച്ച്, തൂക്കിയിടുന്ന സ്വിച്ച് എന്നും പറയും, അല്ലെ പുള്ള് വലിക്കുന്ന സ്വിച്ച് അല്ലെ സീലിംഗ് സ്വിച്ച്, ഇതിനൊക്കെ പേര് പറയും. ഇതാണ് സാധനം. ഇങ്ങനെ ഇതിവിടെ സീലിങ്ങിൽ നമ്മൾ ഉറപ്പിച്ച് വെക്കും. ഇത് താഴേക്ക് ഈ നൂല് അല്ലെങ്കിൽ വയറ് താഴേക്ക് ഉണ്ടാവും. അത് വലിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? 2 ടെർമിനലുള്ള ഡിവൈസ് തന്നെയാണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്നാണ് 1 വേ സ്വിച്ചിൻ്റെ അതേ ഫംഗ്ഷനാണ്. ടു മേക്ക് ഓർ ബ്രേക്ക് എ സർക്യൂട്ട്, മേക്ക് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനാണ്. ഒരു പ്രാവശ്യം വലിച്ചാൽ മേക്ക് ചെയ്യും, രണ്ടാമത്തെ പ്രാവശ്യം വലിച്ചാൽ ബ്രേക്ക് ആവും. അതാണ് ഇതിൻ്റെ സ്വിച്ച് ഈസ് മൗണ്ടഡ് ഓൺ സീലിങ്ങിൽ ആണ് ഇത് ഫിറ്റ് ചെയ്യുക. യൂസർ കുഡ് ഓപ്പറേറ്റ് ദ സ്വിച്ച് ഫ്രം എ ഡിസ്റ്റൻസ്, കുറേ ഡിസ്റ്റൻസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇൻസുലേറ്റഡ് കോഡ്, ഈ കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് കുറച്ച് ദൂരത്ത് നിന്നും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഉപയോഗിക്കുന്നത് അല്ലേ സ്ഥലങ്ങളെന്നാണ് സേഫായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ. എവിടെ? വാട്ടർ ഹീറ്റേഴ്സ് ഇൻ ബാത്റൂമിലുള്ള വാട്ടർ ഹീറ്റേഴ്സ്, അതുപോലെ തന്നെ ലൈറ്റും ഫാനൊക്കെ, ബെഡ്റൂമിലുള്ള ലൈറ്റും ഫാനൊക്കെ നമുക്ക് സേഫായിട്ട് ഈ നൂല് വലിക്കാനുള്ളൂ. അതുകൊണ്ട് സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഡബിൾ പോൾ സ്വിച്ച്, DP സ്വിച്ച് എന്നാണ് പറയുക. ഡബിൾ പോൾ സ്വിച്ച് സ്വിച്ച് വിത്ത് 2 പോൾ, 2 പോൾ ഉണ്ടാവും. ഇതുവരെയുള്ളതൊക്കെ സിംഗിൾ പോൾ ആയിരുന്നു. പിന്നെ ഡബിൾ പോളിന് 2 പോളുകൾ ഉണ്ടാവും. 2 പോളുകൾ ഉണ്ടാവും. ഇതിൽ ന്യൂട്രും ഫേസും നമ്മളിതിലേക്ക് കൊടുക്കും. ദ 2 പോൾസ് ബീങ് മെക്കാനിക്കലി കപ്പിൾഡ് ടുഗദർ. ഈ 2 പോളുകളും എന്താണ്? മെക്കാനിക്കലി പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടാവും, കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു സ്വിച്ച് ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും എന്ത് ചെയ്യും? രണ്ടും മേക്ക് ചെയ്യും ബ്രേക്ക് ചെയ്യും ചെയ്യും. എന്താണ്? ഇറ്റ് കൺട്രോൾസ് ഫേസ് ആൻഡ് ന്യൂട്രൽ ഓഫ് സപ്ലൈ സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം ഫേസും ന്യൂട്രലും എന്ത് ചെയ്യും? ഇത് കൺട്രോൾ ചെയ്യും. ഇത് സാധാരണ 32 ആംപിയർ അല്ലെ DP, ഏറ്റവും പുതിയ ടൈപ്പ് സ്വിച്ചാണിത്. പിന്നെ മോഡുലാർ സ്വിച്ചിൽ പെട്ടതാണ്. നമുക്ക് പ്രസ്സിങ് ടൈപ്പ്, പ്രസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പുതിയ ടൈപ്പാണ്. ഡബിൾ പോൾ സ്വിച്ചാണ് ഈ കാണുന്നത്. ഈ സ്വിച്ചുകൾ ഉപയോഗിക്കുന്നത് മെയിൻ സ്വിച്ച് ടു കൺട്രോൾ മെയിൻ ഓർ ബ്രാഞ്ച് സർക്യൂട്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷൻ. ഡൊമസ്റ്റിക് വീട് വയറിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ സ്വിച്ച് ആയിട്ട് എന്താണ് മെയിൻ അല്ലെങ്കിൽ ബ്രാഞ്ച് സർക്യൂട്ടുകൾ കൺട്രോൾ ചെയ്യാൻ വരെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. സാധാരണ നമ്മളിപ്പോൾ വീട് വയറിങ്ങിൽ ഉപയോഗിക്കൽ എന്താണ്? മോട്ടോർ കൺട്രോളിന് വേണ്ടിയാണ്. മോട്ടോർ പിന്നെ ഓണാക്കാനും ഓഫാക്കാനും വേണ്ടിയാണ് ഈ സ്വിച്ചുകൾ നമ്മൾ സാധാരണയിൽ ഉപയോഗിക്കാറ്. ഇനി അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ച് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ഇതിൻ്റെ ഫുൾ ഫോമും ചോദിക്കുന്നതാണ്. ICDP സ്വിച്ച്. ഇത് കേട്ടാൽ വേറെ ഏതോ ആണെന്ന് വിചാരിക്കും. ഇതെന്താണ്? മെയിൻ സ്വിച്ച് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. മെയിൻ സ്വിച്ചായിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേരാണിത്. അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ച്, ICDP സ്വിച്ച് എന്നാണ് അതിന് പറയുക. അയൺ ക്ലാഡ് ഡബിൾ പോൾ മെയിൻ സ്വിച്ച്. ഈ മെയിൻ സ്വിച്ചാണ് മാത്രമാണ് നമ്മൾ പറയുക. അപ്പോൾ എന്താണ്? നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട് മെയിൻ സ്വിച്ച്. ആ മെയിൻ സ്വിച്ചായിട്ട് ഉപയോഗിക്കുന്നതാണ് ICDP സ്വിച്ച്. ICDPൻ്റെ ഫുൾ ഫോം അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ചാണ്. ഇത് നേരെ തിരിച്ചും പറയാറുണ്ട്. എന്താണ്? ദിസ് ഈസ് സ്വിച്ച് ഓൾസോ റെഫേർഡ് ടു ആസ് DPIC സ്വിച്ച്. ഈ DP മുകളിൽ വരും, പിന്നെ IC. DPIC സ്വിച്ച് എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. എന്താണ് വരിക? ഡബിൾ പോൾ അയൺ ക്ലാഡ് എന്നായിരിക്കും വരിക എന്ന് മാത്രം. ഡബിൾ പോൾ അയൺ ക്ലാഡ് അല്ലെങ്കിൽ അയൺ ക്ലാഡ് ഡബിൾ പോൾ, അങ്ങനെ 2 രീതിയിലും ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? സിംഗിൾ ഫേസ് നമ്മുടെ വീട്ടു വയറിങ്ങിൽ, സിംഗിൾ ഫേസ് വയറിങ്ങിൽ മെയിൻ സപ്ലൈ കൺട്രോൾ ചെയ്യാനും വേണ്ടി മെയിൻ സ്വിച്ചായിട്ടാണ് സാധാരണ ഉപയോഗിക്കാറ്. ഇത് എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ ഫേസ് ആണ് ന്യൂട്രൽ ഓഫ് ദ സപ്ലൈ സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം പിന്നെ ന്യൂട്രും ഫേസും ഇതെന്ത് ചെയ്യും? ഒരേ സമയം കൺട്രോൾ ചെയ്യും. ഈ ലിവർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ ഒരേ സമയം ന്യൂട്രും ഫേസും കൺട്രോൾ ചെയ്യും. ഈ സ്വിച്ചിൽ 2 ഫ്യൂസ് കാരിയർ ഉണ്ടാവും. ഇതിനുള്ളിൽ 2 ഫ്യൂസ് കാരിയർ ഉണ്ടാവും. ആ ഫ്യൂസ് കാരിയർ ഒന്ന് ഫേസ് വയറിന് പിന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഫ്യൂസാണ്, ഫേസ് കാരിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഫ്യൂസാണ് ഒന്നിൽ ഉണ്ടാവുക. അടുത്ത ഭാഗത്ത് ഉണ്ടാവുക എന്നാണത്. അതർ ഈ ന്യൂട്രൽ ലിങ്ക് വിത്ത് എ ബ്രാസ് പ്ലേറ്റ് ഓർ തിക്ക് കോപ്പർ വയർ. ഒന്നുകിൽ തിക്ക് കോപ്പർ വയർ ഉണ്ടോ അല്ലെങ്കിൽ ബ്രാസ് പ്ലേറ്റ് കൊണ്ടുള്ള ന്യൂട്രൽ ലിങ്ക് കൊടുക്കും.
നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ രണ്ടിലും വയറ് പിന്നെ എന്താണ് ഫ്യൂസ് വയർ കൊടുക്കലാണ്, അല്ലെങ്കിൽ ചിലതിൽ എന്താണ് ന്യൂട്രൽ ലിങ്ക് ഉണ്ടാവും. ഈ സ്വിച്ച് എന്താ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, എർത്ത് ചെയ്യണം. സേഫ് ഗാർഡ് യൂസ് ഇവിടെ എർത്ത് ചെയ്യാനുള്ള പോയിന്റ് ഉണ്ട്. ആ എർത്ത് പോയിന്റിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, എർത്ത് ചെയ്യണം. എന്താണ് ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ് 16 ആംപിയർ മുതൽ, നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന 16 ആംപിയർ അല്ലെങ്കിൽ 32 ആംപിയർ ആയിരിക്കും. 16 ആംപിയർ മുതൽ 200 ആംപിയർ വരെ ഉള്ള കറണ്ട് റേറ്റിംഗിൽ നമുക്കിത് അവൈലബിൾ ആണ്. അടുത്തത് അയൺ ക്ലാഡ് ട്രിപ്പിൾ പോൾ സ്വിച്ച്. ഇവിടെ ആകെ മാറ്റം ICDPക്ക് പകരം ഡബിൾ പോളിന് പകരം ട്രിപ്പിൾ പോൾ TP ആണ്. ഐസ് പോൾ ട്രിപ്പിൾ പോൾ, അപ്പോൾ 3 പോൾ ഉണ്ടാവും. അവിടെ മെയിൻ സ്വിച്ച് ആയിട്ടാണ് ഉപയോഗിക്കുക. ഇവിടെ 3 പോളുള്ളത് അല്ലേ, നമ്മൾ 3 ഫേസിൽ മെയിൻ സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ICTP. ഇത് നേരെ തിരിച്ച് പറയാം, TPIC എന്നും ഇതിൻ്റെ പേര് പറയാം. TPIC സ്വിച്ച്, ട്രിപ്പിൾ പോൾ അയൺ ക്ലാഡ് സ്വിച്ച്, ഇതാണ് സാധനം. 3 പിന്നെ ഫ്യൂസ് കാരിയർ ഉണ്ടാവും. 3ലും ഓരോ ഫേസ് RYB നമ്മൾ കൊടുക്കും. ഇവിടെ ചെറിയൊരു ന്യൂട്രൽ ലിങ്ക്, എല്ലാത്തിനും ഉണ്ടാകണമെന്നില്ല, ന്യൂട്രൽ ലിങ്ക് സാധാരണയിൽ ഉണ്ടാവാറുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്നത് ലാർജ് ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷനും അതുപോലെ തന്നെ 3 ഫേസ് പവർ സർക്യൂട്ടിലുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വിച്ച് കൺസിസ്റ്റ് ഓഫ് 3 ഫ്യൂസ് കാരിയർ ഉണ്ടാവും. അതിൽ ഓരോന്നും ഓരോ ഫേസിനാണ് കൊടുക്കാറ്. ന്യൂട്രൽ കണക്ഷൻ ആൾസോ പോസിബിൾ ആസ് സം സ്വിച്ച്. ചില സ്വിച്ചുകളിലൊക്കെ എന്താണ് ന്യൂട്രൽ കണക്ഷന് ഒരു ന്യൂട്രൽ ലിങ്ക്, ഇവിടെ ഒരു ന്യൂട്രൽ ലിങ്ക് ഉണ്ടാവും. കേസിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ന്യൂട്രൽ ലിങ്ക് ഉണ്ടാവും. ഇവിടെ വ്യക്തമായി കാണിച്ചിരുന്നത് 3 ഫ്യൂസ് കാരിയർ എന്താണ്, ഇതൊരു ന്യൂട്രൽ ലിങ്കാണ്. ഇവിടെ എർത്ത് കണക്ഷൻ കൊടുക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ എന്താണ് ഇത് മൊത്തത്തിൽ കേസാണ്. പിന്നെ ഇൻ്റർലോക്കിങ്, ഇത് അടക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഹാൻഡിൽ മുകളിലോട്ട് ഓൺ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇൻ്റർലോക്കിംഗ് മെക്കാനിസം ഇവിടെ ഉണ്ട്. പിന്നെന്താണ്, ഇത് ഹാൻഡിലാണ്. ഈ ഹാൻഡിൽ ഇവിടെയുള്ള പിന്നെ ഇൻസുലേറ്റഡ് ഈ സ്പിൻഡിൽ, ഈ ഹാൻഡിൽ തിരിക്കുമ്പോൾ ഈ സ്പെൻഡിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്പിൻഡിൽ മേലെ ഘടിപ്പിച്ചിട്ടുണ്ട്. 1, 2, 3 ഈ 3 സ്പിൻഡിൽ മേലെ ഘടിപ്പിച്ചതാണ്. എന്താണ് ഒരേ സമയം തന്നെ 3 മെയ്ക്ക് ആവുകയും ബ്രേക്ക് ആവുകയും ചെയ്യും. ഇത്രയാണ് ഇതിൻ്റെ ഈ കറണ്ട് റേറ്റിംഗ്. ഈ സ്വിച്ചിൻ്റെ എന്താണ് TPIC സ്വിച്ചിൻ്റെ അല്ലെങ്കിൽ ICTP സ്വിച്ചിൻ്റെ കറണ്ട് റേറ്റിംഗ് 16 ആംപിയർ മുതൽ 400 ആംപിയർ വരെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ പറയുന്നത് ഒന്ന് കറണ്ട് റേറ്റിംഗ് വെച്ച് പറയും, പിന്നെ വോൾട്ടേജ് റേറ്റിംഗ് വെച്ച് പറയും. അതുപോലെ തന്നെ പിന്നെ ICDPൻ്റെ ആണെങ്കിലും ICTPൻ്റെ ആണെങ്കിലും നമ്മൾ കറണ്ട് റേറ്റിംഗ് വെച്ചിട്ട് 16 ആംപിയർ മുതൽ 400 ആംപിയർ അല്ലെങ്കിൽ 16 ആംപിയർ 200 ആംപിയർ. പിന്നെ വോൾട്ടേജ് റേറ്റിംഗ് 240 ആണോ അല്ലെങ്കിൽ 450 ആണോ അങ്ങനെ പറയും. ടൈപ്പ് ഓഫ് എൻക്ലോഷർ, ഷീറ്റ് സ്റ്റീൽ ആണോ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ ആണോ ഉപയോഗിച്ചത് അത്. പിന്നെ ന്യൂട്രൽ ലിങ്ക് ഉള്ളതാണോ, വിത്ത് ന്യൂട്രൽ ലിങ്ക് ആണോ വിത്തൗട്ട് ന്യൂട്രൽ ലിങ്ക് ആണോ എന്നുള്ളത് വെച്ച് പറയും. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്യൂസ് KitKat ഫ്യൂസ് ആണോ, അല്ലെങ്കിൽ KitKat ഫ്യൂസ് എന്ന് പറഞ്ഞാൽ റീവയറബിൾ ഫ്യൂസ് ആണ്, നമുക്ക് വയർ മാറ്റാൻ പറ്റുന്നത്. KitKat ഫ്യൂസ് എന്നാണ് അതിന് പറയുക. റീവയറബിൾ ഫ്യൂസ് ആണോ അല്ലെങ്കിൽ HRC ടൈപ്പ് ഫ്യൂസ് ആണോ, ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ടൈപ്പ് ഫ്യൂസ് ആണോ ഉപയോഗിച്ചത്. ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമുക്കിതിന് സ്പെസിഫിക്കേഷൻ നമുക്ക് പറയാൻ പറ്റും. ഇനി അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്താണ്, ആക്സസറീസിലെ കൺട്രോളിങ് ആക്സസറീസിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ബാക്കിയുള്ള 4 അടുത്ത 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഉള്ളത്. അത് കണ്ടാൽ തിരിച്ചറിയണം, അതിൻ്റെ പേരും അറിയണം, പിന്നെ അതിൻ്റെ ഫംഗ്ഷനും എന്താണത്. ICTP എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം, അല്ലെങ്കിൽ ICDP എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ട്, എന്താണ് സാധനം എന്ന് ചോദിച്ചാൽ നമുക്കറിയണം. ICDP അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ചാണ്, അത് മെയിൻ സ്വിച്ചിനെയാണ് ആ പേര് പറയണം എന്നുള്ള നമുക്കറിയണം. അങ്ങനെ എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്ലാസ് ഇലക്ട്രിക്കൽ വയറിംഗ് ആക്സസറീസിലെ 2ാമത്തെ ക്ലാസ് നമ്മൾ അടുത്ത ക്ലാസ് ആയിട്ട് എടുക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും കേട്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.